പാടാനായിട്ട്. കരുണാനിധിയെ കനിവിൻ പൊരുളെ, നാട്ട രാഗത്തിലെ ഒരു കീർത്തനമാണ്. ഇത് ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MPhil പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ നമുക്കങ്ങനെ കൃതികളൊന്നും ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല, ഒരു പരീക്ഷണം. അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തി, പിന്നെ അതിങ്ങനെ പതുക്കെ പതുക്കെ പാടി തെളിയും. അങ്ങനെ ഉണ്ടാക്കിയ ഒരു കൃതിയാണത്. നമുക്ക് ശ്രവിക്കാം. താളം ആദി. ആദി എന്ന് പറയുമ്പോൾ 8 ബീറ്റുള്ള 1 2 3 4 5 6 7 8 8 ബീറ്റുള്ള താളത്തിനെയാണ് ആദി താളം എന്ന് പറയുന്നത്. ഇപ്പം രാഗം എന്ന് പറയുമ്പോൾ അതൊരു സ്കെയിലാണ്. പല രാഗങ്ങൾ പല സ്കെയിലിലൂടെ ആ സ്വരങ്ങളുടെ ബന്ധങ്ങൾ മാറി ഘടനകൾ മാറുന്നതിനെയാണ് രാഗങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഭാരതീയ സംഗീതത്തിൽ ഒരുപാട് രാഗങ്ങളുണ്ട്. ഇന്ത്യൻ സംഗീതത്തിൻ്റെ അടിസ്ഥാന ഘടകം ഈ രാഗം തന്നെയാണ്. എന്നാൽ രാഗത്തിനും താളത്തിനും ഒരു ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല. ഒക്കെ യൂണിവേഴ്സലാണ്, ആർക്കും ഉപയോഗിക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് ഈ നാട്ട രാഗം ഒന്ന് കേൾക്കാം. തുടർന്ന് കൃതി. തദരന തദരീന 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 തദരീ കരുണാനിധിയെ കരുണാനിധിയെ കനിവിൻ പൊരുളെ 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 കാത്തരുളേണമേ മിശിഹായേ കരുണാനിധിയെ കനിവിൻ പൊരുളെ കാത്തരുളേണമേ മിശിഹായേ കരുണാനിധിയെ കനിവിൻ പൊരുളെ കരുണാമൂർത്തേ കരുണാമൂർത്തേ കദന നിവാരണ കരുണാമൂർത്തേ കദന നിവാരണ കരുണാമൂർത്തേ കദന നിവാരണ കരുണാമൃതം നീ ചൊരിയണമേ സർവചരാചര സൃഷ്ടങ്ങളിലും കൃപചൊരിയും ജഗദീശ്വരനെ സർവചരാചര സൃഷ്ടങ്ങളിലും കൃപചൊരിയും ജഗദീശ്വരനെ എന്നുള്ളത്തിൽ
ലയിച്ചിടട്ടെ കടലിനെ പോലും ശാന്തമാക്കിയിടും നിൻ സ്വരരാഗഗംഗയിൽ ഞാൻ ലയിച്ചിടട്ടെ കടലിനെ പോലും ശാന്തമാക്കിയിടും നിൻ സ്വരരാഗഗംഗയിൽ ഞാൻ ലയിച്ചിടട്ടെ കടലിനെ പോലും ശാന്തമാക്കിയിടും നിൻ സ്വരരാഗഗംഗയിൽ ഞാൻ ലയിച്ചിടട്ടെ സ്വർഗീയ വീണമീട്ടി സ്വർഗീയ വീണമീട്ടി നിൻ നാമം പാടിടുമ്പോൾ സ്വർഗീയ വീണമീട്ടി നിൻ നാമം പാടിടുമ്പോൾ കതിർമഴ ചൊരിയൂ കതിരോനേ സർവചരാചര സൃഷ്ടങ്ങളിലും കൃപ ചൊരിയും ജഗദീശ്വരനെ സർവചരാചര സൃഷ്ടങ്ങളിലും കൃപ ചൊരിയും ജഗദീശ്വരനെ എന്നുള്ളത്തിൽ വന്നു നിറഞ്ഞു നീ എൻ മനം നിൻ മനമാക്കണമേ എന്നുള്ളത്തിൽ വന്നു നിറഞ്ഞു നീ എൻ മനം നിൻ മനമാക്കണമേ കരുണാനിധിയേ കനിവിൻ പൊരുളേ കാത്തരുളേണമേ മിശിഹായേ കരുണാനിധിയേ പപ്പമഗമപനി പമകരുണാനിധിയേ പാമഗമഗമപനി സനി പാമ സരിഗമകരുണാനിധിയേ മരിസ പമരിസ നി പമരിസ മകരുണാനിധിയേ ഗമപനിന്നി മപനീനി സനി സനി നി സ സനി സരി സനി സരി സരി സനി പനിരി സനി പമരി സരി ഗമപനി സനി പമ ഗമകരുണാനിധിയേ മമ പാപ പാപ മപ പമ പമ ഗമ പമ ഗമ പമ ഗമ പനി പമ ഗമ പനി സനി പമ സരി ഗമ കരുണാനിധിയേ നിനി സ സരി 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 ഗമരി സാരി സനി പനിരി സനി പമരി സരി ഗമ പനി സരി സനി പമരി കരുണാനിധിയേ സരി സരി രി സരി രി സരി രി സരി സനി മപനി നി സരി രി സരി സനി സരി 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 ഗമ പമരി സപമ പമരി സരി ഗമ പമരി സനി സരി സാരി സനി സനി സരി രി സനി സരി രി സരി ഗമ മമ ഗമ ഗ പാപ ഗമ ഗ നീ ഗമ പനി നി സനി
ni sa 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 ri sa 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 ri sa 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 ri sa ni sa sa ri sa ri ga ma pa ma ri sa ni sa sa ri sa ni pa ni ri sa ni pa ma ri sa sa ri ga ma pa da ni sa ri sa ni pa ni ri sa ni pa ma ga ma karuna nidhiye. പാടുന്നുണ്ടെങ്കിൽ തമ്പുരാൻ്റെ അനുഗ്രഹം മാത്രമുള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ മരുന്നിലിങ്ങനെ പിടിച്ച് നിൽക്കുകയാണ്. അപ്പം എന്തൊക്കെ ദൈവം കുറച്ച് ശബ്ദം തുറന്നു തന്നു. പിന്നെ ഗുരുക്കന്മാരുടെ കടാക്ഷം, ദാസേട്ടൻ, ചന്ദ്രമന നാരായണ നമ്പൂതിരി തുടങ്ങിയ കുറേ ഗുരുക്കന്മാരുണ്ട്. അവരുടെയൊക്കെ സ്നേഹം, ശിക്ഷണമാണ് എന്തെങ്കിലും രണ്ടുപേരും ഇവിടെ പാടുന്നത്. പിന്നെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും. ഇവിടെ പ്രൊഫസർ അബ്ദുൾ അസീസ്, അദ്ദേഹം തൃപ്പൂണിത്തുറ മ്യൂസിക് കോളേജിലെ സംഗീത പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. അദ്ദേഹത്തെ വലിയൊരു സംഗീത കുടുംബത്തിൽ അച്ഛൻ മൊയ്തീൻ സാറ് ചെമ്പൈ മ്യൂസിക് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു. അപ്പോൾ അങ്ങനെ വളരെ സംഗീതം നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്ന് സൗത്ത് ഇന്ത്യയിൽ, ഞാൻ പറയാറുണ്ട്, ഇന്ത്യയിൽ തന്നെ കർണാട്ടിക് മ്യൂസിക് വായിക്കുന്ന ഒരേ ഒരു മുസ്ലിം സഹോദരനാണ് അദ്ദേഹം. അതൊന്നും ഒരു മതത്തിൻ്റെ ഒന്നും ഒരു തടസ്സങ്ങളില്ല. ആളെ എല്ലായിടത്തേക്കും വരാൻ ഏത് എന്താ പറയുക തടസ്സങ്ങളും മാറ്റി മുന്നോട്ട് വരാനുള്ള വലിയൊരു മനസ്സ്. ഇവിടെ രാമൽക്കൽമേട് കലൈനാഥ് വളരെ ചുറുചുറുക്കുള്ള യുവായിട്ടുള്ള മൃദംഗ വിദ്വാനാണ് അദ്ദേഹം. ഇപ്പോൾ കലാക്ഷേത്രയിൽ, മദ്രാസ് കലാക്ഷേത്രയിൽ അവിടെ സ്റ്റാഫായിട്ട് അദ്ദേഹത്തിന് ജോലി കിട്ടി. പക്ഷേ ഇവിടെ നാട്ടിൽ കുറച്ച് സമയം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനൊരു സംഗീതോത്സവത്തിന് ക്ഷണിച്ചതിന് വേണ്ടി പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് കൂടാറുണ്ട്. ജനുവരിയിൽ മദ്രാസിൽ ഒരുമിച്ച് കച്ചേരി നടത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് കൂടിയാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ഇവിടേക്ക്. വലിയ സന്തോഷമാണ്. ഇപ്പോൾ നല്ലൊരു കൈയടി കൊടുക്കാം കലൈനാഥന്. ഇവിടെ ഹരികൃഷ്ണൻ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഘടം പ്ലെയറാണ്. ഞങ്ങളുടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൂടാറുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി ഇവിടെ വന്ന് ഇത് നടത്തുന്നതിന് ഞങ്ങൾക്ക് അതിയായിട്ടുള്ള ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുകയാണ് ഹരികൃഷ്ണന്. ഇവിടെ മഞ്ജുനാഥ് കലൈനാഥിൻ്റെ ശിഷ്യനാണ്. അദ്ദേഹം ഗഞ്ചിറ വായിക്കുന്നു. വളർന്നു വരുന്ന ഒരു മൃദംഗ വിദ്യാർത്ഥിയാണ് അദ്ദേഹം. ഒത്തിരി നന്ദിയുണ്ട് ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വലിയ സേവനത്തിന്. ഇവിടെ ഫാദർ ജെറിൻ വലിയ പറമ്പിൽ MCBS, അദ്ദേഹം ഫുൾ ടൈം ഇപ്പോൾ അച്ഛനാണെങ്കിലും വേറൊരു പണിയില്ലാതെ കർണാട്ടിക് മ്യൂസിക് അഭ്യസിക്കാൻ എൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. വേറെ പണിയുണ്ട്, പക്ഷെ ഇപ്പോൾ അതെല്ലാം ഉപേക്ഷിച്ച് ഫുൾ ടൈം സംഗീതം, അതിന് ഒരു സമർപ്പണം, തപസ് എന്ന് പറയില്ലേ, സംഗീത സാധനയിൽ മുഴുകിയ. ഇപ്പോൾ ഈ തമ്പൂര് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വരുന്നൊരു പുതിയ മോഡൽ തമ്പൂരാണ്.
സാധാരണ തമ്പൂരി ഈ മോഡലല്ല, ഒരു പുതിയ സംവിധാനമാണ്. അപ്പോൾ അതൊന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഒന്ന് ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് ഈ തമ്പൂരി. പുതിയത് നോർത്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എല്ലാ ദിവസവും കച്ചേരി കേൾക്കാൻ പോകും. നിങ്ങൾക്കറിയാവുന്ന പോലെ ഞാൻ അങ്ങനെ ഒരു സംഗീത കുടുംബത്തിൽ ജനിച്ച ആളൊന്നല്ല, ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു. എന്നിട്ട് ഞാൻ 31-ാമത്തെ വയസ്സിൽ, എനിക്ക് എത്രയോ 21 വയസ്സുള്ളപ്പോൾ സംഗീതം പഠിക്കാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ദൈവവിളി ഇങ്ങനെ നഷ്ടപ്പെടണ്ട എന്നുള്ള രീതിയിൽ അത് ഇങ്ങനെയാണ് പതുക്കെ പിന്നാക്കം പോയി. പിന്നെ 31-ാമത്തെ വയസ്സിലാണ് ഞാൻ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുടെ കൂടെ പോയിരുന്ന സംഗീതം പഠിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ 3 ഇരട്ടി പണിയെടുത്താലാണ് അവരുടെ കൂടെ അടുത്തേക്ക് ഒന്ന് വരാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മദ്രാസ് പഠിക്കുന്ന സമയത്ത് MPhil ചെയ്യുന്ന സമയത്ത് അവിടെ ശാസ്ത്രി ഹാൾ എന്ന് പറഞ്ഞിട്ട് മൈലാപ്പൂർ എന്ന് പോവും കച്ചേരിക്ക്. അപ്പോൾ അവിടെ കച്ചേരി കേൾക്കാൻ ചെല്ലുമ്പോൾ എനിക്ക് തന്നെ അറിയില്ല പല രാഗം. അപ്പോൾ ഞാൻ തൊട്ടിരിക്കുന്ന കുറേ പട്ടന്മാരിത് കേൾക്കാൻ വേണ്ടി അവിടെ നിറച്ചുണ്ടാവും. വലിയ ജ്ഞാനസ്ഥരാണ് അവർക്ക്, ഈ പാടുന്ന ആൾക്കാർക്കെല്ലാം കൂടുതൽ കേൾക്കുന്നവർക്ക് അറിയാം അവിടെ മദ്രാസിൽ. അപ്പോൾ ഞാൻ തൊട്ടടുത്ത ആൾക്കോട് ഇത് ഏതാ രാഗം സാറേ, എനിക്കറിയില്ല. അപ്പം അങ്ങനെ സ്ക്രാച്ചിൽ നിന്ന് പക്ഷെ ദൈവത്തിന് അത്ഭുതം സൃഷ്ടിക്കാൻ പറ്റും. ഞാൻ എന്തെങ്കിലും ഇവിടെ പാടുന്നുണ്ടെങ്കിൽ തമ്പുരാൻ ചെയ്യുന്ന അത്ഭുതമാണ്, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അടുത്ത കീർത്തനം നമ്മൾ മാതാവിനെ കുറിച്ചുള്ളൊരു കീർത്തനമാണ്. കുറച്ച് നാൾ മുമ്പാണ് ഞങ്ങളിത് ഒരു ദിവസം ഇങ്ങനെ പാടാതിരിക്കുമ്പോൾ തോന്നി മാതാവിൻ്റെ ഒരു കീർത്തനം ഉണ്ടാക്കണമല്ലോ, കുറേ നാളിങ്ങനെ വിചാരിക്കും. അങ്ങനെ കുറച്ച് വരികൾ മനസ്സിൽ വന്നു. അപ്പം അതിനൊന്നൊരു ഷേപ്പാക്കി ആദ്യം, പിന്നെ സംഗീത വിദ്വാനായിട്ടുള്ള അസീസ് മാഷെ കൊണ്ട് അതിനൊന്ന് അവിടെ ഇവിടേക്ക് ഒന്ന് തൊടിച്ചു. അപ്പോൾ അതിനൊന്നും കൂടി ശക്തി കൂടി. അങ്ങനെ പ്രത്യേകിച്ച് നിത്യസഹായ മാതാവിൻ്റെ ഈ പള്ളിയിൽ മാതാവിൻ്റെ പാട്ട് പാടുന്നത് വളരെ ഉചിതമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെല്ലാവരും മാതാവിൻ്റെ ഭക്തരാണ്. അത് ഹിന്ദു ട്രഡീഷണൽ പോലെ ദേവി അമ്മയാണത്, സ്പിരിച്വൽ മദർ. നമ്മുടെ അമ്മയും, നമുക്കെല്ലാവർക്കും ഓരോ അമ്മമാരുണ്ടെങ്കിലും നമ്മുടെ സ്പിരിച്വൽ മദറാണ് മേരി, യേശുവിൻ്റെ അമ്മ. ഈ സംഗീതം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കലകളൊക്കെ നിലനിൽക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മളിത് ക്രൈസ്തവ ശാസ്ത്രീയ സംഗീതത്തിൽ ഒരുപാട് ചിട്ടയുണ്ട്. അത് നമ്മുടെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ അറിയാം. പ്രാക്ടീസ് ചെയ്ത് വരണം. ഞാൻ കുട്ടികളോട് പറയും, പ്രാക്ടീസ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്യണം കംപ്ലീറ്റ്. ഇപ്പോൾ മെമ്മറി കൂടും ഭയങ്കരമായിട്ട്. ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക് എനിക്ക് തോന്നിയത് മാത്തമാറ്റിക്സ് പ്ലസ് മെമ്മറി ഇത് രണ്ടും കൂടുന്നതാണ്. ഇവിടെ പാടിയ സ്വരങ്ങളൊക്കെ കംപ്ലീറ്റ് കണക്കാണ്, മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷനാണ് എല്ലാം. 8 ബീറ്റിനുള്ളിൽ ഫസ്റ്റ് സ്പീഡ്, സെക്കൻഡ് സ്പീഡ്, അതിൻ്റെ ഡബിളിങ് ഒക്കെ ഇനി അതിനേക്കാൾ വലുതാണ് ഇവിടെ ഈ മൃദംഗം എന്ന് പറഞ്ഞാൽ ക്രിസ് ക്രോസ് മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസാണ് അയാളുടെ ബ്രെയിനിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അത്ഭുതമാണ് അത്. അപ്പോൾ ഇങ്ങനെയുള്ള കലകൾ അഭ്യസിക്കട്ടെ. ഞാൻ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വല്ലതും ഇപ്പോൾ അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് പ്രാണായാമം ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് എൻ്റെ ലങ്സ് ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ തൊണ്ട പ്രശ്നം ഉണ്ടായിട്ട് പോലും യോഗ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചലഞ്ചാണ്. അത് ഈ ഇൻസ്ട്രുമെൻ്റലിസ്റ്റുകളും വേണം, വോക്കലിസ്റ്റുകൾ വേണം, ഡാൻസ് ആയാലും ഏത് കാര്യം അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പ്രാക്ടീസ് ചെയ്യണം, കമ്മിറ്റ്മെൻറ്റ് കാര്യമായിട്ട് വേണം. കുറച്ച് ദിവസം പാടാണ്ടായി കഴിഞ്ഞു. ഞാൻ ദാസേട്ടനെ കഴിഞ്ഞ കൊല്ലം കാണാൻ പോയി കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് നമസ്കരിച്ചു. ഡാളസ് ടെക്സസ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ അവിടെ പോയപ്പോൾ. അപ്പോൾ കഴിഞ്ഞാൽ എന്നെ അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ചെവിയിൽ സ്വകാര്യമായിട്ട് പ്രാക്ടീസൊക്കെ നടക്കണില്ലേ കൃത്യമായിട്ട്. പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രാക്ടീസ് പോയാൽ കഴിഞ്ഞു പണി. അപ്പോൾ ആ ഒരു സമർപ്പണം നമ്മുടെ കുട്ടികൾക്ക് വരണം, ഉണ്ടാകണം. അത് പലതരത്തിലുള്ളൊരു ഇൻ്റലക്ച്വൽ ബൂസ്റ്റിംഗ് ഉണ്ടാവും അവർക്ക്. ചിട്ടയുണ്ടാവും. ചിട്ടയുള്ള ജീവിതം ഒരിക്കലും പരാജയപ്പെടില്ല, വിജയിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കുട്ടികളിലേക്ക് ഇത് വരണം.
എന്നുള്ള ആശയം കൊണ്ടാണ് ക്രിസ്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് എന്നുള്ള ഒരു ചെറിയ ഒരു 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 പരിപാടി നമ്മളിങ്ങനെ സംഘടിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അത് ദൈവത്തിനും നമുക്കൊക്കെ പരിമിതികളുണ്ട്. ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിൽ അത് വികസിക്കും, വലുതാകും, ഒത്തിരി പേർക്ക് ഗുണം ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. ഇപ്പം ഞാൻ രാഗം മാറ്റി. വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ മണിമാഷ് പാടി അതേ രാഗങ്ങളൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ രണ്ടുപേരുടെ അപ്രോച്ച് വ്യത്യാസം ഉണ്ടാവും. ഓരോന്നും കീർത്തനങ്ങൾ തന്നെ വേറെയാണല്ലോ. ഇപ്പം ഈ രാഗം നമുക്ക് സൗഖ്യം നൽകുന്നതാണ്. നമ്മുടെ പാട്ട് നമ്മുടെ ബ്രെയിനിലേക്ക്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലേക്ക് അതിൻ്റെ വൈബ്രേഷൻ കയറി വരുന്നു ആദ്യം. അത് കഴിഞ്ഞ് നമ്മുടെ സ്പൈനൽ കോഡ്, ആ സ്പൈനൽ കോഡിൽ നമ്മുടെ ANS CNS ഓട്ടോണമസ് നെർവസ് സിസ്റ്റം, സെൻട്രൽ. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ മുഴുവൻ ഈ വൈബ്രേഷൻ ഇങ്ങനെ കയറുകയാണ്. അപ്പോൾ അവിടെയുള്ള നെഗറ്റീവ് എനർജീനെ, നമ്മുടെ സ്ട്രെസ്, സ്ട്രെയിൻ, നമ്മുടെ നാളത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ വിടുക, സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കുക, ശാന്തമായിട്ട്. അപ്പം നമുക്ക് ഭയങ്കര റിലാക്സേഷൻ ഉണ്ടാകും. റിലാക്സേഷൻ ഉണ്ടായി നമുക്ക് ആയുസ് കൂടും, സംശയമില്ല. റിലാക്സേഷൻ ഇല്ലാത്തവർക്കാണ് ആയുസ് കുറയുന്നത്. അപ്പോൾ റിലാക്സേഷൻ എപ്പോഴും വേണം. നമ്മളൊരു തേർഡ് ഗിയറിലേക്ക് പോയാൽ ഒരാഴ്ച കഴിയുമ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ ബോഡി മനസ്സൊക്കെ കൈവിട്ട് പോകും. അതുകൊണ്ട് നമുക്ക് ഈ രാഗം ഹിന്ദോളം എന്നാണ് ഈ രാഗത്തിൻ്റെ പേര്. ഇത് കഥകളി മ്യൂസിക്കിലുണ്ട്. ഇന്ന് കലാമണ്ഡലം ജോൺ സാർ ഇവിടെ കഥകളിയെക്കുറിച്ച് പരാമർശിച്ച് ഇന്തളം എന്ന് പറയുന്നു. ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലുണ്ട് മാൽക്കോൺസ് എന്ന് പറഞ്ഞ ഇതേ രാഗമുണ്ട്. വേറെ ശൈലി കുറച്ച് വ്യത്യാസം. അപ്പോൾ നമുക്ക് ഈ രാഗം ഒന്ന് ആസ്വദിക്കാൻ കുറച്ച് സമയം റിലാക്സ് ചെയ്യാം. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ പിരിമുറുക്കം കുറയ്ക്കും ഈ സംഗീതം. പിരിമുറുക്കാണ് എല്ലാ പ്രശ്നം. ബ്ലഡ് പ്രഷറിൻ്റെ ഒന്നാമത്തെ കാരണം അതാണ്, പിരിമുറുക്കം, ഞരമ്പുകളുടെ. അതെല്ലാം കുറയും.
തദരിന തദരീ തദരിന ആ തദരന്ന തദരീ തദരിന തദരീ തദരിനോ തദരീ
നാട്ടിൽ സംഗതികളുണ്ടാവും. നമ്മൾ ഈ റിയാലിറ്റി ഷോയിലൊക്കെ കേട്ടിട്ടുണ്ട് സംഗതി എന്നൊക്കെ പറഞ്ഞു. എന്താണ് സംഗതി വെച്ചാൽ ഒരേ വരി ലിറിക്സ് പല വേരിയേഷൻസിൽ പാടും, മ്യൂസിക്കൽ വേരിയേഷൻ. അതിൻ്റെ എന്താ പറയുക, സ്വരം, രാഗഭാവവും അതിൻ്റെ താഴ്ചയും ഉയർച്ച ഇങ്ങനെ പോകുന്ന ഓരോന്നിലും വ്യത്യാസം ഉണ്ടാവും. അതിനെയാണ് സംഗതി എന്ന് പറയുന്നത്. ഈ അച്ഛനിരിക്കുന്ന പോലെ ഞാൻ ഏകദേശം ഒരു 28 കൊല്ലം ദാസേട്ടൻ്റെ പിന്നിൽ ഈ തമ്പുരും പിടിച്ചിങ്ങനെ ഇരുന്നുണ്ട്. 28 കൊല്ലം. അദ്ദേഹത്തിൻ്റെ കച്ചേരി കേട്ട് നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കുക. ദൈവമേ, എന്താണ് സംഭവിക്കുന്നത്? പേടിച്ചിട്ടാണ് ഞാൻ ഇരിക്കണം ഇത് പിടിക്കാൻ. അപ്പോൾ ഗുരുക്കന്മാർ നമ്മളെ അനുഗ്രഹിക്കും. ഗുരുത്വം എന്ന് പറഞ്ഞ വലിയൊരു കാര്യം. ഇപ്പം ഞാനിന്ന് ഈ കച്ചേരിക്ക് ഇടയ്ക്ക് അമ്മേനെ കാണാൻ പോയി. എൻ്റെ അമ്മ അവിടെ തൊട്ടടുത്താണ് വീട്. 92 വയസ്സായി. അമ്മയോട് അനുഗ്രഹിക്കണം, തല നീട്ടി. അമ്മ അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മളിന്ന് എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നത് ഈ ലോകത്തിൽ നമ്മുടെ മാതാപിതാക്കളാണ്. അവരുടെ അനുഗ്രഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ വഴിതെറ്റില്ല എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. അവരുടെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാകണം. മറിയമേ ദൈവജനനീ നിനക്കു സ്തോത്രം. 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 മറിയമേ ദൈവജനനീ നിനക്കു
സുവിശേഷವಾಗಿ സാധുജന സംരക്ഷിണി സദാ സുവിശേഷವಾಗಿ മറിയമേ ദൈവജനനീ നിനക്കു സ്തോത്രം മറിയമേ ദൈവജനനീ നിനക്കു സ്തോത്രം സഗ ഗമ മദ നീ മറിയമേ സഗമദ സഗമദ നിസാനിദ നീദ മഗ മദ നീ മറിയമേ ഗസ മഗസ തമഗസ നിദ മഗ സാനിദ ഗ മദ നീ മറിയമേ മഗസനിദ സഗമദ മദ 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 ഗമദ മദനി നിസദനി മദ ഗ മദനി മറിയമേ ഗമദ സാനിദ മഗ സഗ മദ നീ സനിദ മഗ സഗ മദ നീ മറിയമേ മദനി മറിയമേ
sa 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 da ni sa sa ni sa ni sa ni sa ga sa 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 ga ma ga sa ni sa ga sa ni sa ni da ma ga ma sa ga sa ma sa da sa ni sa sa ni da ma da ni Mariame. Gamada ni Mariame. Sagamaga sagamada ni sanida maga sagamada ni Mariame. Sagamada ni sa sagamada ni sa sagamada ni Mariame. Sa ni ni da da mama sagamaga sagamada ni sa ni da maga sa ni sagamada ni Mariame. Da mama ni ni da mama ga ga da mama sagama 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 ga saga madani mari ga saga madani Mariame. Sagama mama 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 ga 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 maga 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 ga maga ga maga 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 ni sa ni da maga sa ni saga maga ni Mariame. Dani sa 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 sat sa ni ni sa 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 sat sa ni ni sa 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 ni ni sa ni sa 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 ni ni sa ni ni sa ni ni sa ni sa ni sa ni sa ni sa ni da da ni 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 da da ni 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 sa ni ni sa 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 ni ni sa ni ni sa ni ni sa ni sa ni sa ni sa ni sa 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 ni 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 Dani saga saga maga zani saga zani ni da mama ga saga maga saga maga ni sa ni da maga saga maga ni sa ni da maga saga maga ni sa saga maga ni sa ni da maga saga maga ni sa ni da maga saga maga ni sa ni da maga
അടുത്ത 1-2 പാട്ടോടുകൂടി നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ശബ്ദം നമുക്ക് നൽകിയിട്ടുള്ള സൂരജും ശ്രീറാമും ഇവിടെ നമുക്ക് ഈ ശബ്ദലിംഗമൊക്കെ പോയില്ലേ, മനോഹരമായിട്ട് അവർ സൂരജ് ചേതന സ്റ്റുഡിയോയിലെ സീനിയർ റെക്കോർഡിംഗ് എഞ്ചിനീയറാണ്. പ്രത്യേകിച്ച് ഡബ്ബിംഗ് സെക്ഷനിൽ ഒരുപാട് മലയാള പല ഭാഷാ സിനിമകൾ ഡബ് ചെയ്തുള്ള വലിയ കലാകാരനാണ്, റെക്കോർഡിംഗ് ആർട്ടിസ്റ്റാണ്. അതുപോലെ തന്നെ ശ്രീറാം അദ്ദേഹത്തിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു. നല്ലൊരു കൈയടി കൊടുക്കാം. ലൈവ് മീഡിയയാണ് നമ്മുടെ ഈ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ മാജറ്റ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്താണ്. ഇവിടെ അതിനുവേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ഇവിടെ മുഴുവൻ സമയം നമ്മളോട് ഇരുന്ന് ജോലി ചെയ്തത് ശരത്താണ്. ശരത്തിന് നല്ലൊരു കൈയടി കൊടുക്കാം. നല്ല ക്ഷമയോടുകൂടി അതെല്ലാം ചെയ്തു. അതുപോലെ നമ്മളെ സഹകരിച്ച എല്ലാവരും ഉണ്ട്. ഒരിക്കൽ കൂടി സണ്ണിയച്ഛനും ഡീക്കനും അതുപോലെ തന്നെ കൈക്കാരന്മാർക്ക് എല്ലാവർക്കും, കൈക്കാരൻ സിബി, നമ്മുടെ ജോയ് CT, അതുപോലെ തന്നെ അഗ്രി ഫ്രാൻസിസ് പള്ളിപ്പുറം, അവരോട് ചേർന്ന് മറ്റ് എല്ലാ നമ്മുടെ സഹപ്രവർത്തകർക്കും പ്രത്യേകമായിട്ട്, പിന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് ഞങ്ങളുടെ ചേതനയുടെ സ്റ്റാഫായിട്ടുള്ള ലിൻഡോ, അനൂഷ്യ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പക്കമേളം നൽകിയിട്ടുള്ള ഷീജ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഷീജ ടീച്ചർ നമ്മുടെ SRV മ്യൂസിക് കോളേജിലെ അധ്യാപികയാണ്. നമ്മുടെ മോഡൽ ഗേൾസ് സ്കൂളിലെ കോളേജുണ്ട്, സംഗീത കോളേജ്. മണിമാഷ്ക്ക് ഞാൻ നേരത്തെ നന്ദി പറഞ്ഞു, വലിയ സ്നേഹത്തിന്. ബിഷപ്പ് ജോയി ആലപ്പാട്ട് എഴുതി JM രാജു സംഗീതം ചെയ്ത നമുക്ക് പരിചയമുള്ള മനോഹരമായുള്ളൊരു ഭക്തി കാണാം. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം മുന്തിരി നീരാ. വിസ്മയത്തിൽ മുഴുകി ലോകരെന്ന് വിസ്മൃതിയിൽ തുടരും ലോകമിന്ന് മഹിമ കാട്ടി യേശുനാഥൻ. കാനാ
കാലികൾ മേവും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ. കാലികൾ മേവും പുൽത്തൊഴുത്തിൽ മർത്യനായി ജന്മമേകീശൻ. മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും. മെഴുതിരി നാളം പോലെയെന്നും വെളിച്ചമേകി ജഗത്തിനെന്നും. ആഹാ ഞാനെത്ര ഭാഗ്യവാൻ, ആഹാ ഞാനെത്ര ഭാഗ്യവാൻ, യേശുവൻ ജീവനേ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ. ഊമയെ സൗഖ്യമാക്കിയിടയൻ, അന്ധന് കാഴ്ചയേകി നാഥൻ. ഊമയെ സൗഖ്യമാക്കിയിടയൻ, അന്ധന് കാഴ്ചയേകി നാഥൻ. പാരിതിൽ സ്നേഹസൂനം വിതറി, കാൽവരിയിൽ നാഥൻ പാദമിടറി. പാരിതിൽ സ്നേഹസൂനം വിതറി, കാൽവരിയിൽ നാഥൻ പാദമിടറി. ആഹാ ഞാനെത്ര ഭാഗ്യവാൻ, ആഹാ ഞാനെത്ര ഭാഗ്യവാൻ, യേശുവൻ ജീവനേ. കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ. വിസ്മയത്തിൽ മുഴുകി ലോകരെന്ന്, വിസ്മൃതിയിൽ തുടരും ലോകമെന്ന്. മഹിമ കാട്ടി യേശുനാഥൻ കാനായിലെ കല്യാണ നാളിൽ കൽഭരണിയിലെ വെള്ളം തിരുനീരാ, തിരുനീരാ. അടുത്തത് ദേശ് രാഗത്തിലെ ഒരു അർണോസ് പാതിരിയുടെ ഒരു പാട്ടാണ്. അർണോസ് പാതിരി നമുക്കറിയാം 1700 വേലൂരൊക്കെ അന്ന് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലം. അത് വന്ന് ഒരു മിഷണറിയായി ജീവിച്ച് സംസ്കൃതവും മലയാളമൊക്കെ പഠിച്ച് പുത്തൻ ബാന അല്ലെങ്കിൽ ഉമ്മായിയുടെ ദുഃഖം എന്നൊക്കെ പറയുന്ന ഗംഭീരമായിട്ടുള്ള മലയാള കാവ്യങ്ങൾ രചിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ ചതുരന്ത്യം, മരണപർവം എന്നൊക്കെ പറയുന്ന കൃതികളിൽ നിന്ന് ഒരുപാട് സംസ്കൃത വരികൾ അദ്ദേഹം അതിൽ എഴുതി വച്ചിട്ടുണ്ട്. മലയാളം മാത്രമല്ല, അതിൽ നിന്നെടുത്തിട്ടുള്ള വരികളാണ് അർണോസ് പാതിരിയുടെ. പ്രൊഫസർ അബ്ദുൾ അസീസാണ് ഇത് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ദേശരാഗത്തിൽ. സർവദയാനിധേ സർവദയാനിധേ സർവഗുണാന്വിത സർവദയാനിധേ സർവഗുണാന്വിത സർവദയാനിധേ സർവഗുണാന്വിത ക്രൗര്യഭാവം വിനാ സകലേശ സർവദയാനിധേ സർവഗുണാന്വിത
സകലേശ സർവദയാനിധേ ദയനിധേ കാരുണ്യപൂരിത മനോഗുണകര കാരുണ്യപൂരിത മനോഗുണകര കാരുണ്യപൂരിത മനോഗുണകര കാരുണ്യപൂരിത മനോഗുണകര പരമദൈവമേ ദയനിധേ പരമദൈവമേ ദയനിധേ സർവദയാനിധേ സർവഗുണാന്വിത ഗൗരഭാവം വിനാ സകലേശ സർവദയാനിധേ ദയാനിധേ അരൂപസ്വരൂപ ചാരുസ്വരൂപ പരപരാ പ്രഭു സർവനാഥ അരൂപസ്വരൂപ ചാരുസ്വരൂപ പരപരാ പ്രഭു സർവനാഥ അങ്ങയല്ലാതിനീ അങ്ങയല്ലാതിനിക്കാധാരമായുള്ളൂ 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 അങ്ങൊന്നുമേ പിതാവേ ഏകാശ്രയം അങ്ങയല്ലാതിനിക്കാധാരമാരുള്ളൂ അങ്ങൊന്നുമേ പിതാവേ ഏകാശ്രയം അങ്ങൊന്നുമേ പിതാവേ ഏകാശ്രയം സർവദയാനിധേ സർവഗുണാന്വിത ക്രൗര്യഭാവം വിനാ സകലേശ സർവദയാനിധേ ദയനിധേ 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 അവസാന ഗാനം
അവസാനത്തിൽ നമ്മൾ ലോക സമസ്ത സുഖിനോ ഭവന്തു പാടും. ലോകം മുഴുവൻ എല്ലാവർക്കും സുഖമുണ്ടാവാനായിട്ട്. അറിയാം, ഗാസായിലും ഉക്രൈനിലൊക്കെ യുദ്ധം നടന്ന എത്രയോ മനുഷ്യരാണ് വേദനിക്കുക. സമാധാനമില്ലാതെ കഴിയുന്നവർ, പലവിധ രോഗങ്ങളിൽ വിഷമിക്കുന്നവർ, എല്ലാവർക്കും ദൈവം ഈശ്വരൻ സൗഖ്യം നൽകട്ടെ എന്നും കൂടി നമുക്കിതിൻ്റെ അവസാനം പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിലെയും നമ്മുടെ നാട്ടിലെയും എല്ലാ കുടുംബങ്ങളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കുടുംബങ്ങളിലും സമാധാനവും സന്തോഷവും നല്ല ആരോഗ്യവും ഐക്യവും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഗാനരചന കുഞ്ഞച്ചൻ മസ്കറ്റ്, സംഗീതം ഫാദർ പോൾ, രാഗം മധ്യമാവതി. കണ്ട ചാപ്പതാളം. വന്യനാം യൗസേപിതാവേ, ഞങ്ങൾ വന്നിടുന്നു ദിവ്യപാദേ, നന്ദിയോടെ വണങ്ങുന്നേ സുന്ദര മാതൃപദങ്ങൾ, സുന്ദര മാതൃപദങ്ങൾ. വന്യനാം യൗസേപിതാവേ, ഞങ്ങൾ വന്നിടുന്നു ദിവ്യപാദേ, നന്ദിയോടെ വണങ്ങുന്നേ സുന്ദര മാതൃപദങ്ങൾ, സുന്ദര മാതൃപദങ്ങൾ. കന്യകമേരിക്ക് തുണയായി തൻ മകൻ തണലായി നിന്ന പുണ്യാത്മാ, വിശുദ്ധനാം യൗസേപിതാവേ, വിരക്തനാം യൗസേപിതാവേ. കന്യകമേരിക്ക് തുണയായി തൻ മകന് തണലായി നിന്ന പുണ്യാത്മാ, വിശുദ്ധനാം യൗസേപിതാവേ, വിരക്തനാം യൗസേപിതാവേ. വന്യനാം യൗസേപിതാവേ, ഞങ്ങൾ വന്നിടുന്നു ദിവ്യപാദേ, നന്ദിയോടെ വണങ്ങുന്നേ സുന്ദര മാതൃപദങ്ങൾ, സുന്ദര മാതൃപദങ്ങൾ. അച്ഛനായും വളർത്തച്ഛനായും ദൈവപുത്രനെ പാലിച്ച താരാ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടേണേ വിശുദ്ധനാം യൗസേപിതാവേ. തച്ഛനായും വളർത്തച്ഛനായും ദൈവപുത്രനെ പാലിച്ച താരാ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടേണേ വിശുദ്ധനാം യൗസേപിതാവേ. വന്യനാം യൗസേപിതാവേ, ഞങ്ങൾ വന്നിടുന്നു ദിവ്യപാദേ, നന്ദിയോടെ വണങ്ങുന്നേ സുന്ദര മാതൃപദങ്ങൾ, സുന്ദര മാതൃപദങ്ങൾ. മൊഴിയിലും കാതിലും കരളിലും ശുദ്ധത പാലിച്ചിടാനാ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടേണേ വിശുദ്ധനാം യൗസേപിതാവേ. മിഴിയിലും മൊഴിയിലും കാതിലും കരളിലും ശുദ്ധത പാലിച്ചിടാനാ, ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചിടേണേ വിശുദ്ധനാം യൗസേപിതാവേ. വന്യനാം യൗസേപിതാവേ, ഞങ്ങൾ വന്നിടുന്നു ദിവ്യപാദേ, നന്ദിയോടെ വണങ്ങുന്നേ സുന്ദര മാതൃപദങ്ങൾ, സുന്ദര മാതൃപദങ്ങൾ, സുന്ദര മാതൃപദങ്ങൾ, സുന്ദര മാതൃപദങ്ങൾ. ലോക സമസ്ത
സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ആയുരാരോഗ്യ സൗഖ്യം. ശാന്തി ശാന്തി.